മുദബ്ബിറുൽ ആലമാണ്. ശൈഖുനാക്ക് സർവ അധികാരങ്ങളും അതിനുള്ള തസ്രീഫാത്തുകൾ, ക്രയവിക്രയാധികാരങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. വിശ്വസിച്ചോളണം. അത് യഥേഷ്ടം അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരങ്ങളുമുണ്ട്. വിശ്വസിച്ചോളണം എന്ന് പറഞ്ഞത് സൗകര്യമില്ല എന്നാണ് പറയാനുള്ളത്. CM മടവൂരിന് എന്ത് തേങ്ങാക്കോലുണ്ടെങ്കിലും അത് നമുക്ക് വേണ്ടെന്നാ പറയാനുള്ളത്. അതിന് കുഞ്ഞായ്മതല്ല, ഏത് മയമത് പറഞ്ഞിട്ട് കാര്യമല്ല. CM മടവൂർ എന്ന് പറയുന്ന ചിറ്റടി മേതൽ അബൂബക്കർ ബാക്കവി, അദ്ദേഹത്തിന് എന്തുണ്ടെങ്കിലും അത് ഇവിടെ വേണ്ടാന്നേ. ഞങ്ങൾക്കുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ചര്യയിൽ നിന്നിട്ട് ഞങ്ങളത് മനസ്സിലാക്കുള്ളൂ, ഞങ്ങളത് സ്വീകരിക്കുള്ളൂ. ഇവിടെ വിശ്വസിച്ചോളന്ന്. താങ്കൾ വിശ്വസിച്ചോ? താങ്കൾക്ക് അതും അതിന്റെ അപ്പുറം വിശ്വസിക്കാം. കാര്യം അള്ളാഹുവില് വിശ്വാസമില്ലല്ലോ. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ, അല്ലേ? പ്രിയമുള്ളവരെ, ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കോഴിക്കോട് അങ്ങാടിയില് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യൻ ഒരു മുസ്ലിയാരായിരുന്നു. ആ മുസ്ലിയാര് വെല്ലൂര് ബാക്കിയാത്തു സ്വാലിഹാത്തിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ദർസ് പഠനത്തിന് ശേഷം ബാക്കവി ബിരുദം കരസ്ഥമാക്കിയിരുന്നു. അതിനുശേഷം കോഴിക്കോട് അങ്ങാടിയുടെ പരിസര പ്രദേശത്ത് അദ്ദേഹം ഖതീബായിക്കൊണ്ട്, കാലിയാരായിക്കൊണ്ട് ജോലി ചെയ്തിരുന്നു. ആ അവസരത്തില് പുലിമൈദീൻ എന്ന് പറയുന്ന ഒരു ചോരക്കണ്ണൻ, മസ്താൻ എന്നിവർ പറയാറുണ്ട്. മസ്താൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊന്നുമില്ല, അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. ഞാൻ എന്റെ ത്വരീഖത്തിന്റെ കാലത്ത് ത്വരീഖത്തിന്റെ മശായിഖന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ജാറ വ്യവസായത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലത്ത് അമ്പകുന്ന് നേർച്ച നടക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഏരിയ ഉണ്ടാവും. മസ്താന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രൂപത്തില് താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ആകെ ലക്കും ലഗാനും ഇല്ലാത്ത കുറച്ച് ആളുകൾ വരും. കൂട്ടിയും കുടുംബം ഒന്നും നോക്കാതെ ഞങ്ങൾ മസ്താന്മാരാണെന്നും പറഞ്ഞിട്ട് കണ്ട നീർച്ചപ്പറമ്പിലൂടെ എല്ലാം വീണുരുണ്ട് നടക്കുന്ന ചില ആളുകള്. അവരുടെ കൂട്ടത്തില് കുറെ സമയം അവരുടെ ഒപ്പം മസാനായിട്ടൊന്നുമല്ല കേട്ടോ, എന്താണ് ഇവരുടെ രീതികൾ എന്നൊക്കെ നോക്കാന് അവിടേക്ക് ഇരിക്കാറുണ്ടായിരുന്നു. ഒന്നുമില്ല, മാനസിക രോഗം, പക്ക മാനസികം, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എവിടുന്നേലൊക്കെ തിന്നാൻ കിട്ടും, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ 10 രൂപ 20 രൂപയും കൈമടക്കം കൊടുക്കും. അതുകൊണ്ട് അവരുടെ നഫ്സ് എന്നും പറഞ്ഞിട്ട് സ്വന്തം നഫ്സ് നോക്കിയിട്ട് നടക്കാം. നാളെ പരലോകത്ത് പോലെ നഫ്സിന്റെ കഥ അള്ളാഹു അല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന തിരിച്ചറിവില്ലാതെ അള്ളാഹുവിൽ ലയിക്കുവാൻ വേണ്ടിയിട്ട് അദ്വൈത സിദ്ധാന്തമായ എന്ന് പറഞ്ഞാൽ ഇല്ല, ദ്വൈതം രണ്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, ഇല്ല ദ്വൈതം 2 എന്ന് പറഞ്ഞുകൊണ്ട് അള്ളിയും ഓലും രണ്ടല്ല ഒന്നാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു അദ്വൈത സിദ്ധാന്തത്തിന്റെ ഭാഗമാണത്. അദ്വൈത സിദ്ധാന്തം എന്ന് പറയുമ്പോ ഇവിടെ ഈ നാട്ടിലൊക്കെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ആളുകളുണ്ട്. ആ അദ്വൈതം എന്ന് പറയുന്നത് അത് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയത് ഷിയായിസത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. അങ്ങനെ അദ്വൈതവും പേരി നടക്കുന്ന ആളുകളാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയായിക്കൊണ്ട് ഫൈസൽ മൗലവി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതുകൂടി ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നു. കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ വിശ്വസിച്ചോളണം. എന്ത്? ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം ശൈഖുനാ കൊണ്ട് വിശ്വസിക്കണം, നിർബന്ധമാണ്. എല്ലാത്തിനെയും തസറുഫാത്ത്, അത് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ അധികാരം അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, എവിടെ എത്തി സമൂഹം? ബാക്കി എല്ലാ വാശിയും വക്കാടുകളും മാറ്റിവെക്കുക, സുന്നി മുജാഹിദ് തർക്കമൊക്കെ മാറ്റിവെക്കുക. ഇത് അംഗീകരിക്കാൻ സാമാന്യ ഈമാനുള്ള ഒരു സാധാരണ വിശ്വാസിക്ക് സാധിക്കുമോ? ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം അദ്ദേഹത്തിനാണത്രേ. എല്ലാ തസറുഫാത്തും, ക്രയവിക്രയ അധികാരങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യാൻ, യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ കഴിയുമെന്ന് പറഞ്ഞാൽ അതാണോ കറാമത്ത്? അതാണോ മുഴുജത്ത്? അതാണോ ശരിയായ സിറാത്ത്? ഒരിക്കലുമല്ല. നബി തങ്ങളുടെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുവേ ലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, അല്ലാഹുവേ വലാ തകിൽനി ഇലാ നഫ്സി, എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല അല്ലാഹ്. തർഫത ഐൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. നബി തങ്ങളുടെ പ്രാർത്ഥന, പഠിച്ചോളെ എന്റെ കാര്യം ഏൽപ്പിക്കല്ല, ലോകത്തിന്റെ കാര്യം ഏൽപ്പിക്കല്ല എന്നല്ല, എന്റെ കാര്യം കണ്ണു ചിമ്മി തുറക്കുന്ന ഒരു നിമിഷ നേരം പോലും എന്നെ ഏൽപ്പിക്കല്ല അല്ലാഹ് എന്ന് പഠിപ്പിച്ച പ്രവാചകർ. ഇവിടെയോ ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം ശൈഖിനാണ്. മുദബ്ബിറുൽ ആലം എന്നാ പറഞ്ഞത്. എത്ര ഗൗരവമുള്ള വാക്കാണെന്നറിയോ? ആലം എന്ന വാക്കിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം മാ സിവല്ലാഹി സുബ്ഹാനഹു വ തആല.
ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ലാ ഔ മാ സിവൽ ബാരി സുബ്ഹാന. അതാ തഫ്സീലൊക്കെ കാണാം. അല്ലാഹു തആല അല്ലാത്ത ബാക്കിയെല്ലാം, പടച്ച റബ്ബല്ലാത്ത ബാക്കിയെല്ലാം, അതാണ് അറബിയിൽ ആലം എന്ന് പറയുക. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബൊഴിച്ച് ബാക്കി എന്തെല്ലാം ഉണ്ടോ അതിന്റെ മുഴുവൻ നിയന്ത്രണവും സി.എം. മടവൂരിനാണ് എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്, എന്ത് വിശ്വാസമാണിത്? ഇതാണോ ഇസ്ലാം? ഇതാണോ ഈമാന്? ഇതാണോ സുന്നത്തുൽ ജമാഅത്ത്? ഇതാണോ അംബിയാഇന്റെ വഴി? ഇതാണോ സ്വഹാബത്തിന്റെ വഴി? അല്ല സഹോദര, ഇത് ദീനല്ല. എന്തു ന്യായം പറഞ്ഞാലും, ഉടമാവകാശമില്ലാന്ന് വിശ്വസിച്ചാലും, ഇലാഹാന്ന് വിശ്വാസമില്ലാന്ന് പറഞ്ഞാലും, ഇതിനപ്പുറത്ത് എന്താ ഇലാഹിന്റെ അംശമുള്ളത്? ഇലാഹിയത്ത് വകച്ചാലേ കുഴപ്പമുള്ളൂ. എന്താ ഇലാഹിയത്ത്? റബ്ബുൽ ആലമീൻ, അത് ഇലാഹിയത്തല്ലേ? റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവ്, ലോകം നിയന്ത്രിക്കുന്നവൻ. വമൻ യുദബ്ബിറുൽ അംറ, ഖുർആൻ ഉപയോഗിച്ച വാക്കാണല്ലോ. വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് മുദബ്ബിറുൽ അംറ? യുദബ്ബിറുൽ അംറ ഇതേ വാക്കാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, മുദബ്ബിറായിട്ടുള്ളവൻ ആരാണെന്നതിന് അല്ല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മറുപടി, മക്കത്തെ മുശ്രിക്കിന്റെ മറുപടിയായി അല്ല പറഞ്ഞ മറുപടിയാണ്, അല്ലയാണ് മുദബ്ബിർ. അല്ലയാണ് മുദബ്ബിർ. ഖുർആനിൽ 4 സ്ഥലത്ത് മുദബ്ബിർ പ്രയോഗിച്ചത് അല്ലാഹനെ കുറിച്ച്. യുദബ്ബിറുൽ അംറ, പടച്ച റബ്ബാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. ഇവിടെ പറയുന്നു മുദബ്ബിറുൽ ആലം സി.എം. മടവൂരാണ് എന്ന്. സഹോദരന്മാരെ, തൗബ ചെയ്ത് മടങ്ങുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തോൽപ്പിച്ച് ജയിച്ചു പോകാൻ ഒരു പക്ഷെ പറ്റിയേക്കാം. വാക്സാമർത്ഥ്യമുണ്ടെങ്കിൽ, ക്ലിപ്പ് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്രായം കാട്ടി പോകാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷെ ജയിച്ചു എന്ന് വെച്ച് നിൽക്കാൻ പറ്റിയേക്കാം. ആ വിജയമല്ല നമുക്ക് വേണ്ടത്.